അപ്പം നമ്മതേ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ നോക്കിയാലും നല്ല തെങ്ങിൻ്റെയും തോട്ടങ്ങളൊക്കെ മാത്രമുള്ളൂ കേട്ടോ. ഇവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. റോഡെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, വെറുതെ കിടിലൻ റോഡും നല്ല റോഡും, ഒരു ബ്ലോക്കും ഇല്ല, ആളും തിരക്കില്ലാണ്ട് സമാധാനമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. ഇവിടുത്തെ റോഡൊക്കെ അങ്ങനെയാണ്. പിന്നെ അത് അങ്ങേയറ്റത്ത് മലയാണ്ട, അങ്ങടെയൊക്കെയാണ് നമ്മൾ പോകണ്ട. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല കേട്ടോ. അതേ ഇപ്പം ട്രിപ്പണാണ് പോകുന്നത് ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇവിടെ ഹെൽമെറ്റ് ആരും വെക്കാറൊന്നുമില്ല, പോലീസുകാരും വെക്കാറൊന്നുമില്ല. ഇത് നമ്മൾ പോടെ ഏത് റൂട്ടാണെന്ന് വെച്ചാൽ പഴനി റൂട്ടാണ്. പഴനി നേരെ കയറിച്ചാണ് പഴനി ആയിക്കുള്ളൂ. അവിടെ നിന്ന് നേരെ റൈറ്റ് പിടിച്ചാണ് കൊടൈക്കനാൽ കയറുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മുട്ടനെ അടുത്ത് വീടുകളാണ് കംപ്ലീറ്റ്. ആ അങ്ങേയറ്റത്തൊരു മല കണ്ട, അത് പഴനിമല എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷെ അത് പഴനിമല അല്ല, പഴനി എത്തണുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് തെങ്ങും തോപ്പാണ്. പിന്നെ ഇവിടെ സ്ഥലത്തിന് ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടണത് ഇങ്ങനത്തെ റോഡ്. ഇവിടെ എന്ന് വെച്ചാൽ ക്യാമറയും ഇല്ല, നല്ല റോഡുമാണ്. പോലീസുകാർ ഇവർക്കൊക്കെ സീനില്ല. പക്ഷേ പുറത്തുനിന്ന് തന്നെ കേലോണ്ടിയൊക്കെ കാണുമ്പോൾ അവർ പിടിച്ചിരുത്തി ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ. കട്ടറയെന്ന് പറയാനായിട്ട് കാണിക്കാൻ പോലും ഒരു കുഴിയില്ല. ആ കാണുന്നത് പഴനിയല്ല കേട്ടാ, അത് ഞങ്ങൾ വീണ്ടും തെറ്റിദ്ധരിച്ച്. അത് നേരത്തെ കണ്ട മല തന്നെയാണ് അത്. പഴനി ഇവിടെ നിന്ന് പോകാനുണ്ട് അത്യാവശ്യം. പോണ വഴിയിൽ നല്ല വിശപ്പാറുണ്ട്. ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. പഴനി ആ ഭാഗത്തേക്ക് എത്തണം കടകൾ കാണണമെന്നുണ്ടെങ്കിൽ. അവിടെ ഫുള്ളും വെജാണ് ഫുള്ളും. പക്ഷേ നോണുള്ളൊരു കട തപ്പി ഇറങ്ങി നമുക്കൊരു ബിരിയാണി കിട്ടി. ഞാൻ ഒരു ബിരിയാണിയും അവന് ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. പക്ഷേ ബിരിയാണി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഫുഡും കഴിച്ച് നേരെ ഇറങ്ങിയിട്ട് ഇനി സമയം കളയാനൊന്നുമില്ല. അപ്പം ഇതാ കാണേണ്ട പഴനി, നിങ്ങൾ കണ്ടാന്നറിയില്ല. കണ്ട, അതാണ് ശരിക്കും പഴനിമല. നേരത്തെ കണ്ടതൊന്നുമല്ല. ഇവിടെ നിന്ന് ഇനി അത്യാവശ്യം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഇ പാസ് എടുക്കണം. ഇ പാസ് ഞങ്ങളിൽ ഉണ്ടായില്ല. അപ്പോൾ അവർ 100 രൂപ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ഫോണിൽ തന്നെ ചെയ്യാമെന്നുള്ളൂ. അതിനിപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ് തയ്ച്ചത്. അപ്പോൾ അത് നമുക്കില്ലാത്തതിൻ്റെ പേരിൽ അവർ നമ്മുടെ കയ്യിൽ നിന്നൊരു 100 രൂപ വാങ്ങിച്ച് ഞാൻ തന്നെയാണ് അത് സ്വന്തമായിട്ട് ചെയ്തത്. എന്നിട്ട് 100 രൂപ കൊടുക്കേണ്ടെന്ന്. നമ്മുടെ പുറകിൽ വന്ന വണ്ടികളും 100 വെച്ച് തന്നെ കൊടുത്ത് ആ ചെക്ക് പോസ്റ്റിൽ. അത് ശരിക്കും വാങ്ങേണ്ട കാര്യമില്ല അവർക്ക്. ഇ പാസ് എടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടാ. ഗൂഗിളിൽ പോയിട്ട് കൊടൈക്കനാൽ ഇ പാസ് അടിക്കുക. അതിൽ നമ്മുടെ പേര്, നമ്പർ, വണ്ടി നമ്പർ, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, അഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു PDF പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് പോലീസ് പിടിക്കുമ്പോഴായാലും കാണിച്ചാൽ മതി. ചോദിക്കൊന്നുമില്ല. അന്ന് മറ്റേ ഈ മഞ്ഞുമൽ ബോയ്സൊക്കെ ഇറങ്ങിയല്ല, പതിപ്പിനെ കൊടൈക്കനാൽ വൻ ബ്ലോക്ക് ആയി. പിന്നെ ഇറക്കിയ സംഭവമാണ് ഇ പാസ് എന്ന് പറഞ്ഞ സംഭവം. തണവൊക്കെ പയ്യെ കയറി തുടങ്ങുന്നുണ്ടാ. ഞങ്ങളിപ്പോൾ കയറി തുടങ്ങുന്നുണ്ട്. ഇത്ര നേരം ചൂടിലായിരുന്നല്ല പഴനി ആ റൂട്ടൊക്കെ. അവിടെ നിന്ന് നേരെ തണുപ്പിലേക്ക്. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയ തണുപ്പൊക്കെ അങ്ങോട്ട് കൂടി തുടങ്ങി. എങ്ങനെയെങ്കിലും ഇനി റൂമിലെത്തണം. റൂമൊക്കെ ഞങ്ങൾ മൂന്നാറിൽ വെച്ച് തന്നെ ബുക്ക് ചെയ്തേണ്ട. ബുക്കിംഗ് ആപ്പ് വഴി തന്നെ ബുക്ക് ചെയ്തതാണ്. ഒരു 500 സംതിങ് ആയുള്ളൂ. പിന്നെ പ്ലസ് GST ഇത്രയും ആയുള്ളൂ റൂമിൽ. നല്ല റൂമായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബുക്കിംഗ് ആപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും ആയില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഈ സ്ഥലം പക്ഷേ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വന്ന സ്ഥലം ഭയങ്കര മോശമുണ്ടാകും. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ കയറി വന്നത്. കാടും വഴിയിലൊരു വെട്ടവുമില്ല. ഗൂഗിൾ മാപ്പ് പറ്റിച്ചെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. റൂമും കാര്യങ്ങളും കിട്ടൂല, പെട്ടുവെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ കയറി. ഇവിടെ എത്തി നേരമ്പോഴത്തേക്കാണ് ഇത്രയും അടിപൊളിയായിരുന്ന സ്ഥലമെന്ന് മനസ്സിലായത്. ഇവിടെ നിന്ന് നേരെ ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കാൻ പോയിട്ട് വേണം നേരെ ഗുണാക്കേവ് അങ്ങനെ കയറി സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനായിട്ട്. അപ്പം നമ്മുടെ മലയാളീസ് കയറുന്ന ഒരു ഹോളിലെത്തി. ഇവിടെ വരുമ്പോഴാണ് എപ്പോഴും കഴിക്കാറുള്ളത്. ഇവിടെ അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഹോട്ടലാണ്. ഇവിടുന്ന് നേരെ പൂരി മസാലയും അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഇന്ന് വർക്കിംഗ് ഞങ്ങൾ ഇട ദിവസവും പോയത്, അതാണ് തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവണം ഇവിടെയൊക്കെ. പൂരി മസാല കഴിച്ച് ഓക്കെ ആയിരുന്നു കേട്ടോ. ഇനി നേരെ ഗുണാക്കേവ്. ഇവിടെ ഗുണാക്കേവ് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. പണ്ടൊന്നും അത് ഉണ്ടായില്ല. അപ്പോൾ നേരെ പോവാം. അപ്പോൾ നമ്മൾ ഗുണാക്കേവിലെത്തി. ഇവിടെ ശരിക്കുള്ള ഗുണാക്കേവ് ഇതല്ല കേട്ടോ. അവിടെ നിന്ന് ആ സിനിമയിൽ നിങ്ങൾ കണ്ടില്ലേ, ആ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി പോകണം. അതാണ് ഗുണാക്കേവ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് ജസ്റ്റ് കാണാൻ പറ്റൂല ശരിക്കും പറഞ്ഞാൽ. അത് ഉള്ളിലോട്ട് പോകണം. അതാണ് ശരിക്കും ഗുണാക്കേവ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ഇന്ന്
തിങ്കളാഴ്ചയാണ്. ഞങ്ങൾ ഞായറാഴ്ചയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ന് തിങ്കളാഴ്ച കൊണ്ടാണ്. എന്നാലും ചെറിയ തിരക്കുള്ളൂ. ഇന്നലെയൊക്കെ നല്ല തിരക്കാണെന്നാണ് ഇവിടുത്തെ ഗാർഡ് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വെറുതെ സുഭാഷയെ വിളി അങ്ങനത്തേക്ക് ഇതൊക്കെ ഉള്ളു പിള്ളേരുടെ. അങ്ങനെയാണ് സ്ഥലം. ഇതൊക്കെ കറക്റ്റ് സെറ്റ് ഇട്ടെന്ന് പറയുമ്പോൾ സമ്മതിക്കണമല്ലേ ഫുള്ളും. ഇവിടെയാണ് അവരെല്ലാവരും ഫോട്ടോ എടുത്ത സ്ഥലം. ഇനി നമ്മൾ നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പയ്യെ പോവാം. ഈ സാധനത്തുമ്പോൾ മറ്റേ ശ്രീനാഥ് വാസി തുള്ളിച്ചാറുന്നത് ആ പാട്ടിലുണ്ട് കറക്റ്റ്. ഇതിൻ്റെ താഴെ കൂടി നോക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാട് പിടിച്ചിരിക്കണ് ഫുള്ള്. താഴോട്ട് ഞാൻ ശരിക്കും നോക്കുമ്പോൾ ഫുള്ളിലിട്ടാണ് കാണുന്നത്. ഈ സംഭവം കിടന്നിട്ട് വേണം കേട്ടോ നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട്. ഈ സംഭവം ഇവിടെ നിന്നൊക്കെ ഒരാൾ ഇങ്ങോട്ട് താഴെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അടിയിൽ എന്താണെന്ന് കാണുന്നും കൂടിയില്ല. ഇവിടെ നിന്നാണ് നമുക്ക് ചാടി കിടന്നിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോകാനായിട്ട്. ഇത് കണ്ട എല്ലാവരും കയറാൻ ഇത്തിരി ടാസ്ക്കാണ്. ഈ ഞങ്ങൾ കയറിയ ആവശ്യത്തേക്ക് ഇത്തിരി ടാസ്ക്കാണ്. റൈറ്റ് സൈഡിൽ വലിയ കുഴപ്പമില്ല, സിമ്പിളായിട്ട് കയറിപ്പോരാ. ഇന്നതേ നമുക്കിത് സാധനത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇതാണ് വ്യൂ. ഫുള്ള് കോട മൂടിക്കിടക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ കയറി മുകളിൽ ഇരുന്നപ്പോൾ കോടൊന്നും വന്നിട്ടില്ല. അന്ന് ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് കോട ഫുള്ളായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നേരത്തെ അടിയിൽ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ ഫുള്ള് കോട മൂടിക്കൊണ്ടിരിക്കുകയാണ്. കോട ഞങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നേരെ കൂക്കാലാണ്. കൂക്കാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കുള്ള കാഴ്ചയൊക്കെയാണ്. അത്യാവശ്യം കാടും അവിടെ നിന്ന് അത്യാവശ്യം ഓട്ടം ഉണ്ട് കേട്ടോ കൂക്കാലിലോട്ട്. പോണ വഴിയിലാക്കിയ തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയായിരുന്നു. 12 മണി ഇങ്ങനെ കഴിയുന്തോറും ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. ഞങ്ങളുടെ ആകെ ആ ടീഷർട്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ സെറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ എല്ലാവരും അതിട്ടിട്ടേ നടക്കാറ്. അങ്ങനെ അവിടെ പൂക്കാൽ പോയിട്ട് വേണം തിരിച്ച് വരാനായിട്ട് ഇറങ്ങാനായിട്ട്. ഇവിടെ വരാൻ വേണ്ടിയാണ് ഏകദേശം ഇവിടെ വരെ ബന്ധം പോയിട്ടില്ലല്ലോ സ്ഥലം. അപ്പം ഈ സ്ഥലം ഉണ്ടായി ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള കൂക്കാലിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടുത്താണ് ഏറ്റവും റീൽസിലും കിടന്ന് കറങ്ങിയിരുന്നൊരു ഇത്. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇവിടെ വന്ന ആൾക്കാരൊക്കെ വേസ്റ്റൊക്കെ ഇട്ടാകെ ശോക. അതിൽ പിന്നെ പുല്ലോട്ട് ആരെയും ഇറക്കാറില്ല. ഈ സ്ഥലമാണ് ഏറ്റവും അടിപൊളിയായിട്ട് സ്ഥലം. ഇതും കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ മുമ്പോട്ട് പോകുക. അവിടെ നിന്ന് നേരെ മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഒരു ലേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം താമര സീസണിൽ വന്നാൽ ഫുള്ള് താമര വിരിഞ്ഞിരിക്കണതിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പൂണ്ടിയിലെത്തിയിട്ടാ. മലയുടെ അപ്പുറം കാണുന്നത് വട്ടവടയാണ്, മൂന്നാർ വട്ടവട. നമുക്ക് നടന്ന് കയറി അപ്പുറത്ത് എത്താൻ പറ്റും. എന്നാൽ ബൈക്കിന് ട്രാവൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇറങ്ങി മൂന്നാർ വഴി കൂടി തന്നെ നല്ല അത്യാവശ്യം ലോങ് ഉണ്ട്. ആ വഴി കൂടി തന്നെ പോകേണ്ടി വരും. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഇതിലേ പോകാറുണ്ട്. ഞങ്ങൾ അന്ന് വട്ടവടക്ക് പോയപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറം പൂണ്ടിയാണ്, നടന്നു പോകാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടിട്ട് നമ്മൾ ഇനി നേരെ ഇവിടുത്തെ ഇത് കഴിഞ്ഞാൽ സൈറ്റിങ് കഴിഞ്ഞാൽ നമ്മതേ പോവുകയാണ്. അപ്പോൾ നമ്മതേ ഒരു ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് നമ്മതേ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോഴേ നമ്മൾ തണുപ്പിൽ നിന്ന് നേരെ ചൂടിലോട്ട് ഇനി നേരെ ഹൈവേ പിടിച്ച് നേരെ തന്നെ പോവുകയാണ്. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ.